ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു റിസപ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ മാമൻ്റെ ഒന്നിച്ചാണ് പോകുന്നത്. അങ്ങനെ മാമൻ വന്നു. അപ്പോൾ കിയാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഒരു മണി ആവാറായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. കാരണം മൂത്തമ്മമാരെ വെയിറ്റ് ചെയ്തിട്ട് മാമൻ വരാൻ ലേറ്റായതായിരുന്നു. നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. പിന്നെ ഇപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് വേഗം എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹൊസങ്കടി എത്തണം. പിന്നെ ഇവളെതാ ഞാൻ എടുത്തു. കാരണം അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾ നല്ല ഉറക്കമായി. മോനൂസ് ഭജനൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു 1:20 തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു. കാരണം അവൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ ആ ഒരു ബിബൊക്കെ ഇട്ടിട്ട് ഞാനത് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ അതിട്ടത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഡ്രസ്സിനൊന്നും ആവുന്നൊന്നുമില്ല. പക്ഷേ ഇവൾ നല്ല കരച്ചിലാണ് അതിടുമ്പോൾ. ആൾക്ക് കറക്റ്റ് ഉറക്കമൊന്നും തെളിഞ്ഞിട്ടില്ല. കാരണം ഉറങ്ങുന്ന സമയത്താണല്ലോ നമ്മൾ വന്നത്. കുളിച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഇതാ തുപ്പുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫുഡും ഇത് വലിയ ഇഷ്ടമൊന്നും അല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കൊടുക്കാറുണ്ട്. ഇവക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവളുടെ കണ്ണ് മുഴുവൻ ഐസ്ക്രീമിലോട്ടാണ്. മൂത്തമ്മ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുവാണ്. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ കുറച്ച് ഇവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും അവൾക്ക് വേണമെന്നുള്ള ആ ഒരു രീതിയിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അവളുടെ ഫുഡ് എന്തായാലും അവൾക്ക് ഇഷ്ടമല്ല. ബാക്കി എന്ത് സാധനമാണേലും ആൾക്ക് വേണം. പിന്നെ ഇത് എൻ്റെ അമ്മായിൻ്റെ ചേച്ചി നമ്മളെ കണ്ടിട്ട് സംസാരിക്കാൻ വന്നതായിരുന്നു. അവർ വിളിക്കുമ്പോൾ ഇതാ വെറുതെ കള്ള കരച്ചിലാണ്. മൂക്ക് അങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ കരയാറാണ് പതിവ്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ കുപ്പിയിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് ഇതുവരെ ആയിട്ടും പഠിച്ചിട്ടില്ല. വെറുതെ അതിങ്ങനെ കടിച്ച് പിടിക്കുന്നത് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഇവക്ക് കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നത് കുറവാണ്. വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം കൊടുക്കാറ്. അപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കലുണ്ട്, കുപ്പിയിൽ കുടിക്കാറില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്. ചില കുട്ടികൾ ഗ്ലാസ്സിൽ കുടിക്കില്ല, കുപ്പിയിലായിരിക്കും കുടിക്കുന്നത്. ഇവളിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഈ കുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നെക്സ്റ്റ് മന്ത് അങ്ങനെ എന്തോ. പിന്നെ സ്റ്റേജിൽ ചെക്കൻ്റെ അച്ഛൻ്റെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നുണ്ടായതായിരുന്നു. ഫാമിലി ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളും പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്നു. പിന്നെ ഇവൾ ആ ഫ്ലവറിൻ്റെ ഇത് കണ്ടിട്ട് സൗണ്ട് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മായി അതിൽ നിന്നൊരു ഫ്ലവർ എടുത്ത് കൊടുത്തു. അത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതും കയ്യിൽ പിടിച്ച് നിൽക്കുവാണ്. പിന്നെ അവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ അതും നോക്കി നിന്നപ്പോൾ അമ്മ ജസ്റ്റ് ഓക്കും കൊടുത്തു ഐസ്ക്രീം.
അപ്പോൾ ഇവളിപ്പോൾ ജസ്റ്റ് നല്ല കരച്ചിലൊക്കെ കരഞ്ഞു. കാരണം അമ്മ മോനൂസിനെ ജസ്റ്റ് ഒന്ന് എടുത്തതായിരുന്നു. അപ്പോൾ അതിന് ഇവള് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുട്ടികൾക്ക് എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ബ്ലഡ് റിലേഷനൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മൂത്തമ്മമാരൊക്കെ കൂടിയിട്ട് ഇവളെ ചിരിപ്പിക്കാൻ നോക്കുവാണ്. പക്ഷെ ഇവളാണെങ്കിൽ എന്താ ഇങ്ങനെ അന്തം വിട്ട് ഒരു നോട്ടം മാത്രമായിരുന്നു. കാരണം ഇവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ചിരിയും തീരെ കുറവാണല്ലോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ മൂത്തമ്മ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളത് നോക്കി നിൽക്കുന്നത് മാത്രമാണ്, ഒരു റിയാക്ഷനും മുഖത്ത് വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പള ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ കുമ്പള എത്താറായി. അങ്ങനെ നമ്മളിതാ കുമ്പള ടൗണ് എത്തി. അപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും കുമ്പള ടൗണ്, കാരണം ഞാൻ വീട്ടിൽ വന്നാൽ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ ആ പാട്ടും കേട്ടിട്ട് ഏതോ സ്വപ്ന ലോകത്ത് ഇങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. പിന്നെ ഇതാ എന്തിനൊക്കെയോ വിളിക്കുന്നുണ്ട്. കണ്ടിട്ട് ലൈറ്റിങ്സൊക്കെ കണ്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റേ ചിന്നുകുട്ടി ഉറങ്ങിയില്ലേ എന്നുള്ള സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അത് പാടുമ്പോൾ അമ്മേനെ നോക്കിയിരിക്കുവാണ് ആള്. എന്തോ ഭയങ്കര മൂടിയായിട്ടുണ്ട്. അപ്പം നമ്മൾ വീട് എത്തിയതിന് ശേഷം ഓട്ടോന്ന് ഇവള് ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്ര വിളിച്ചിട്ട് മൈൻഡ് പോലും ഇല്ല. Kiara, Tata.